ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആരാകും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ സിറ്റിംഗ് MP ആന്റോ ആന്റണിയാണ് നമ്മോടൊപ്പമുള്ളത്. 4ാം വട്ടവും മത്സരിക്കാൻ താങ്കൾക്ക് ഭയമുണ്ടോ മണ്ഡലത്തിൽ? എന്തിനു ഭയപ്പെടണം? ജനങ്ങൾ എനിക്ക് നൽകുന്ന വലിയ പിന്തുണയും എനിക്ക് വലിയ ആത്മവിശ്വാസവുമാണ്. കാരണം അത്രമാത്രം ജനങ്ങളുടെ ഓരോ വിഷയത്തിലും അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ആത്മവിശ്വാസക്കുറവുമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കൾ കോൺഗ്രസ് AICCയെ മണ്ഡലം മാറ്റിത്തരണം എന്നൊരു ആവശ്യം അവിടെ ഉന്നയിച്ചിരുന്നോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പക്ഷേ ഞാൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മാത്രമേ മത്സരിക്കുന്നുള്ളൂ. മറ്റൊരു മണ്ഡലത്തിലും ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്കെതിരെ വലിയ ഒരു പ്രതിഷേധം തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നു. കേരളമാകെ ഒരു തരംഗം വരുന്നു. ഒപ്പം ശബരിമല വിഷയം, സ്ത്രീ പ്രവേശന വിഷയം കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലും താങ്കൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇക്കുറി എങ്ങനെയാണ് ഒരു സാധ്യത? അല്ല, കഴിഞ്ഞ തവണ പാർട്ടിക്കുള്ളിൽ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ചില വ്യക്തികൾക്ക് വിഷയം ഉണ്ടായിരുന്നു. അവരുടെ വിഷയത്തിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ള അവർക്കിപ്പോൾ CPM ചേർന്നു. അപ്പോൾ അതോടെ വിഷയം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. LDF-ൽ നിന്നും ഇക്കുറി ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഒന്നുകിൽ ഡോക്ടർ തോമസ് ഐസക് അല്ലെങ്കിൽ രാജു അബ്രഹാം. ഈ രണ്ട് പേരുകളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ശക്തരായിട്ടുള്ള എതിരാളികൾ തന്നെ ആയിരിക്കില്ലേ ഇവർ രണ്ടുപേരിൽ ആരായാലും? അല്ല, ആരും മത്സരിക്കട്ടെ. ഇത് രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ. അതിൽ CPM-ന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് എതിർ സ്ഥാനാർത്ഥി വന്നാലും എന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. സിറ്റിംഗ് MP-മാർ തന്നെ ഇക്കുറി മത്സരിക്കട്ടെ എന്നാണ് പൊതുവെ AICC നേതൃത്വത്തിന്റെ ഒരു നിലപാട്. താങ്കൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൂചന കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? AICC-ൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ആര് തീരുമാനിക്കണമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിച്ച് അറിയിച്ചതിന് ശേഷം മാത്രമേ ഇത് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിലേക്ക് ഞാൻ പോകും. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് ഭൂരിപക്ഷം 40,000-ന് മുകളിലായിരുന്നു. ത്രികോണ മത്സരം തന്നെയായിരുന്നു. K. സുരേന്ദ്രനും വലിയ വോട്ടുകൾ നേടിയിരുന്നു. ഇക്കുറി NDAയുടെ ഒരു സാന്നിധ്യം, ഇക്കുറി ആ ഒരു എതിരാളിയിൽ നിന്നുള്ള ഒരു മത്സരം എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? NDAയും CPM ഒക്കെ മത്സരിക്കട്ടെ. പക്ഷേ ഈ നിയോജകമണ്ഡലം UDF-ന് വലിയ ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണത്തെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കണക്കുന്നത്. താങ്കളുടെ പേരല്ലാതെ വേറെ ഏതെങ്കിലും സാധ്യത ഇങ്ങോട്ടേക്ക് കാണുന്നുണ്ടോ? ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്താണ് അതിനെപ്പറ്റിയുള്ളൊരു വിലയിരുത്തൽ? എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടില്ല. ഇനി പാർട്ടി ആരെ മത്സരിക്കാൻ തീരുമാനിച്ചാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റൊരു പേര് ഞാൻ കേട്ടില്ല. ഏതായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കും. ഏതായാലും UDF-നെ സംബന്ധിച്ച് കുറി വിജയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉറപ്പാണ് എന്നാണ് സിറ്റിംഗ് MP ആന്റോ ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.